ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വേവിക്കാൻ വേണ്ടി മുറിച്ചതാണ്, പക്ഷേ അത് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മറ്റേ വരിക്കച്ചക്കയല്ല, അല്ലാണ്ട് എല്ലാ നൂല് പോലെ വലിഞ്ഞ എന്താ പറയുക, നമ്മുടെ ഇവിടെയൊക്കെ അതിനെ കൂഴച്ചക്ക എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ചക്കയെല്ലാം കുറേ ചക്ക ഇതുപോലെ എടുത്ത് മാറ്റി നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അമ്മ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ വീടാണ്, തൊട്ട് മുകളിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, കളർഫുള്ളായിട്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില പിച്ചാൻ വേണ്ടിയിട്ട് വല്യമ്മച്ചിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ്. അപ്പോൾ വല്യമ്മച്ചി അത് ഒടിച്ച് തന്നു കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എണ്ണ കച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ ഹെയർ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പം അത് നിങ്ങളത് ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചോ. അപ്പോൾ അതെല്ലാം ഏകദേശം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ വേസ്റ്റ് കളയാൻ, നമ്മുടെ ചക്കയുടെയൊക്കെ ആ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലാണ് വേസ്റ്റൊക്കെ ഇടുക കേട്ടോ. ഇങ്ങനെയുള്ള ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കളയാൻ ഞാനും അമ്മയും കൂടെ ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ കുറച്ച് വട്ടയിലയും കൂടെ പിച്ചണം, നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് ഈ കുറച്ച് ദിവസം കൊണ്ട്. അപ്പോൾ മഴയത്ത് നമ്മുടെ തെങ്ങും വാഴയൊക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ വട്ടയില പിച്ചാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ അമ്മയാണത് പിച്ചി തരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് എത്താവുന്നിടത്തൊന്നും ഞാനും പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് വേണ്ടുന്നത്ര വട്ടയിലൊക്കെ പിച്ചിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ഈ അയ്യ ഉള്ളത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോയിട്ട് ഇനി ചെന്നിട്ട് വേണം പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ വയലിൽ നിന്നൊക്കെ വന്നില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് കേട്ടോ പോയത്. വന്നിട്ട് പിന്നെ കാലൊക്കെ കഴുകി നമ്മൾ വീടിനകത്തേക്ക് കയറിയിട്ട് പിന്നെ വിശപ്പാണ് കേട്ടോ. എന്താണെന്നറിയില്ല, വിശപ്പിൻ്റെ അസുഖമുണ്ട് എനിക്ക്. അപ്പോൾ കൂടെ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ രാവിലെ ഞാൻ കാപ്പിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ട് സ്നാക്സ്. ഇത് നമ്മുടെ എന്താ പറയുക, മറ്റില്ല പൊരിക്കുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എൻ്റെ അമ്മ വരുമ്പോഴാണ് കേട്ടോ കൊണ്ടുവരിക. അപ്പോൾ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അത്. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ഇത് ഞാൻ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് വറക്കാമെന്ന്. അങ്ങനെ ഞങ്ങളത് വറുത്ത് കഴിച്ചിട്ട് പിന്നെന്താ ഞാൻ പിച്ചിക്കൊണ്ട് വന്ന കറിവേപ്പിലയൊക്കെ അത് ഞാൻ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത്രയൊന്നും ആവശ്യമില്ല നമുക്ക്. ഞാൻ ജസ്റ്റ് 1/2 കിലോയുടെ വെളിച്ചെണ്ണയുടെ ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മാത്രം മതിയാവുമേ നമുക്ക്. അപ്പോൾ ഞാൻ കറിവേപ്പിലയും ഇട്ടു. അതുപോലെ തന്നെ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നെല്ലിക്കയാണ്. നെല്ലിക്ക ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ മുടി വളരാനും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നരയുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക നമ്മൾ ഡെയിലി കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 10 നെല്ലിക്കയോളം എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റി അത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വെള്ളം തൊടാണ്ട് അരച്ച് എടുത്തിട്ടുണ്ടോ. അരച്ചിട്ട് നമ്മുടെ ആ നെല്ലിക്കയുടെ നീരിൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതും കറിവേപ്പിലയും കൂടെ അരച്ചെടുത്ത് ഈ 2 ഐറ്റംസാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അതിൽ വേറെ 2 ഐറ്റംസ് കൂടെ ചേർക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും നമ്മുടെ നെല്ലിക്കയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. പിന്നെ ഞാനിതിൽ അരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ മിക്സിയുടെ ജാറ് ചെറുതായിട്ട് ചെറിയൊരു പൊടി പോലെ വെള്ളത്തിലൊന്ന് കഴുകി എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരല്പം കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്കിട്ട് കാച്ചി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഞങ്ങൾ ആദ്യം വെളിയിൽ അടുപ്പിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. പക്ഷേ മഴ ആയത് കാരണം പിന്നെ അത് ചെയ്തില്ല. അപ്പോൾ അതാണ്ട് ഞാൻ ചീനിച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. നന്നായിട്ട് ചൂടാവുന്ന വെളിച്ചെണ്ണയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എല്ലാവരും ഹെയർ ഓയിലൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്നവരായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കുന്നവരായിരിക്കും. പക്ഷേ ഇത് എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം തലയിൽ നന്നായിട്ട് കൊഴുക്കെ തേച്ചിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു പിടിയോളം ഉലുവ ഇട്ടിട്ട്, അത്യാവശ്യം ഇച്ചിരി തോനെ ഉലുവ ഇടുക. ഉലുവയും ഏറ്റവും നല്ലതാണ് മുടി വളരാനൊക്കെ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഉലുവ തന്നെ
പച്ചയ്ക്ക് അരച്ച് നമ്മൾ തലേന്ന് രാത്രിയിൽ കുതിർത്തിട്ട് പിറ്റേന്ന് രാവിലെ അരച്ച് തേക്കുമല്ലോ, അതും ബെസ്റ്റാണ്. പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ തേക്കത്തില്ല, കാരണം അതിനകത്ത് കുറേ സ്മെല്ല്, നമുക്ക് ഉലുവയുടെ സ്മെല്ലുണ്ടല്ലോ, അത് കൂടുതലായിട്ടും വരുന്നുണ്ട്. ഞാൻ പിന്നെ തേക്കുമായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടി ആ ഉലുവയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് വെളിച്ചെണ്ണയിൽ കിട്ടും. ആ സമയത്ത് വേണം നമ്മൾ ഈ നെല്ലിക്കയും അരച്ചത് ചേർക്കട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് തിളച്ച എണ്ണയിലേക്കാണ് ഞാനിത് ഇട്ടത്. പിന്നെ ഇട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞ് വന്ന് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ 2 അടപ്പിലോളം ആവണക്കെണ്ണയാണ് കേട്ടോ. നമ്മുടെ കാസ്റ്റർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ കാസ്റ്റർ ഓയിൽ എത്രത്തോളം ഗുണമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഐബ്രോസിനായാലും നമുക്ക് കൺപീലി ഒക്കെ വളരാനും നമ്മുടെ തലമുടി ഹെയർ വളരാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു കാസ്റ്റർ ഓയിലിൻ്റെ അടപ്പിനകത്ത് തന്നെ 2 അടപ്പോളം ആവണക്കെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുക്കുന്ന സമയത്ത് ഒരു തുണിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം തണുത്തൊന്നുമില്ല, എന്നാലും നമുക്ക് ചീനിച്ചട്ടി ആവശ്യമായതുകൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ അത് ഒന്ന് പിഴിഞ്ഞെടുക്കണ്ട. അപ്പോൾ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂട് കാരണം. അങ്ങനെ പിന്നെ ഞാൻ നന്നായിട്ട് നമ്മുടെ എണ്ണ എല്ലാം കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് പോലും എണ്ണ കളയാൻ നമുക്ക് തോന്നില്ല. നമ്മൾ അത്രയും എത്രത്തോളം ഗുണമുള്ളതാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്രത്തോളം നമ്മൾ എണ്ണ ഒട്ടും കളയാണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അരിച്ച് തുണിയിലും അരിപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്ത് ഇനി ഒരു കുപ്പിയിലാക്കി മാറ്റി വെക്കുക. ഇനി ഇത് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ നന്നായിട്ട് തലയിൽ തേച്ചിട്ട് പിന്നെ നമ്മൾ ഷാമ്പു വാഷ് ചെയ്ത് കളയാട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇതിൽ 4 ഐറ്റംസ് മാത്രമാണ് മെയിനായിട്ട്. നമുക്ക് നെല്ലിക്കയും കറിവേപ്പിലയും പിന്നെ ഉലുവ, ആവണക്കെണ്ണ, ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ചീനിച്ചട്ടി വേണം കേട്ടോ. അമ്മ അവിടെ സിറ്റൗട്ടിലിരുന്ന് നമ്മുടെ ചേമ്പും തണ്ടുണ്ടല്ലോ, ചേമ്പും തണ്ട് അരിയാണ് കേട്ടോ നമ്മൾ തീയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ തീയലിന്. അപ്പോൾ അങ്ങനെ അമ്മ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ പിന്നെ ഈ എണ്ണ കാച്ചാൻ നിന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചക്കയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്കയൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. 1/2 കിലോൻ്റെ ആണ് കേട്ടോ. അപ്പം നല്ല ഒരു ചെറിയ കുപ്പിയിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാലൻസ് വന്ന് നമ്മുടെ ആ ഒരു ഇത് കേട്ടോ. നമ്മുടെ നെല്ലിക്കയുടെയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ആ ഒരു ബാലൻസ് വന്നതാണ് കേട്ടോ. അത് മാറ്റി വെക്കാൻ വേണമെങ്കിൽ തലയിൽ തേച്ചോ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ കാലിലോ കയ്യിലൊക്കെ പിള്ളേർക്ക് തേച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ തേക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്, പിന്നെ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എണ്ണയൊക്കെ റെഡി ആയതിന് ശേഷം ഞാൻ നമ്മുടെ ചക്കയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉച്ച സമയം ആയതേ ഉള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചക്കയപ്പമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം. കാരണം അത് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മധുരം എന്നല്ല, അത്യാവശ്യം മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ കുരുവും അതെല്ലാം വേർതിരിച്ചിട്ട് നമ്മൾ ചക്ക എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ കുരുവൊക്കെ ഞാനതുപോലെ ഒരു വെള്ളത്തിലിട്ട്, കാരണം പഴുത്ത ചക്കേൻ്റെ കുരുവല്ലേ, അപ്പോൾ അത് വെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് അതങ്ങ് മാറ്റി വെച്ച് ഇനിയിപ്പം നമ്മൾ ചക്ക അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അല്ലാണ്ട് നമുക്കിത് ഒരുപാട് കട്ടിയുള്ള വരിക്കച്ചക്കയല്ലല്ലോ, അല്ലാണ്ട് നമുക്ക് എടുക്കാം. പിന്നെ അരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ചക്കയൊക്കെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്ത് വെള്ളമൊന്നും എടുത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നന്നായിട്ട് അരച്ചിട്ട് പിന്നെ നമുക്കിനി ശർക്കരപ്പാനി ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ മൈദാമാവും ഗോതമ്പ് മാവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ചക്കയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ശർക്കരപ്പാനി റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ ശർക്കര അങ്ങനെ തന്നെ ഇടാനാണ് വെച്ചത്. പക്ഷേ അതിൽ ശർക്കര ചെറിയ ഉറുമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ശർക്കര പാനിയാക്കി അരിച്ചെടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിച്ചിക്കൊണ്ട് നമ്മുടെ വട്ടയിലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു, എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ അതിന് നമ്മൾ പൊടികളൊക്കെ മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ഗോതമ്പ് മാവും അതുപോലെ തന്നെ മൈദാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത്, പിന്നെ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടി ഇടാം കേട്ടോ. അപ്പം ഇവിടെ ഏലക്ക ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിട്ടിട്ടില്ല. പിന്നെ ശർക്കരപ്പാനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച് ശർക്കരപ്പാനി തണുത്തിട്ടാണ് കേട്ടോ നമ്മൾ മാവിൽ എടുക്കേണ്ടത്. പക്ഷേ ഞാൻ ചെറിയ ചൂടോടുകൂടി തന്നെ എടുത്തു.
പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക അരച്ച് വെച്ചത് ആദ്യം നമ്മുടെ മാവിനകത്തോട്ട് മാവും സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ഉള്ള മിക്സിനകത്തോട്ട് നമ്മൾ ചക്ക അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് അങ്ങ് വെള്ളമായി പോകുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും ചക്ക അരച്ചതും പിന്നെ അതുപോലെ തന്നെ ശർക്കര പാനി കുറേശ്ശെ എടുത്ത് നമ്മൾ നന്നായിട്ട് മാവ് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മ ആണെങ്കിൽ അപ്പുറത്ത് നമ്മുടെ തീയലിന് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ ഇതിലേക്ക് തേങ്ങ നമ്മൾ എന്താ പറയുക ചീവി ഇട്ടിട്ടുണ്ടായിരുന്നു. ചീവി എന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ തേങ്ങ നമുക്ക് തിരുമ്മി ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തേങ്ങ കൊത്തായിട്ടിടാം. അങ്ങനെ ഞാൻ അതും ഇട്ടിട്ടുണ്ടായിരുന്നു, മാവിനകത്ത് തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ച് നമുക്ക് അറിയാമല്ലോ നമ്മുടെ ആ ഒരു പരുവം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് എടുത്തു കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴും ഇലയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്, കാരണം എന്താ അത്രയും തിക്നെസ് കുറഞ്ഞ് കിട്ടും, കട്ടി കുറഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ സോഡാപ്പൊടിയും കൂടെ ഇട്ടുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമായി, കഴിച്ചപ്പോഴൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്കയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ മാവൊക്കെ റെഡിയാക്കിയിട്ട് ഇനി നമ്മുടെ വട്ടയിലയിലേക്ക് അത് പരത്തണം. അതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് അറിയാൻ വയ്യാത്തത് കേട്ടോ. വട്ടയിലയിൽ പരത്തുന്നത് കുഴപ്പമില്ല, പക്ഷെ അത് മടക്കിയെടുക്കാൻ എനിക്ക് അങ്ങോട്ട് അറിയില്ല. പിന്നെ അമ്മയാണ് ബാക്കി ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഞാനൊരു വട്ടയില എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിലേക്ക് കുറച്ച് മാവൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ഒതുക്കി ഇങ്ങനെ മടക്കിയൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. പിന്നെ അമ്മയാണ് ബാക്കിയെല്ലാം അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ നോക്കി ഞാനും അതങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ആയപ്പോഴും പെട്ടെന്ന് പണി അങ്ങ് തീർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് ഇനി എന്താണെന്നുള്ളൊരു ചിന്ത വേണ്ട കേട്ടോ. നമ്മൾ ചായക്ക് വൈകുന്നേരത്തിന് എന്താണെന്നൊരു ചിന്ത വേണ്ട. അപ്പോൾ ഇതെല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇളയവനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഇലയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മൂത്തവനേ ഉള്ളൂ അതൊന്നും അങ്ങോട്ട് പോകാത്തത്. പക്ഷേ ഇളയ ആൾക്ക് വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ചക്കയുടെ ഇതൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെപ്പോഴും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അച്ഛനൊക്കെ ആയാലും ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞങ്ങളും അത്യാവശ്യം നല്ലതായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ അത് എല്ലാം ഒന്ന് ഇലയിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ തീയലൊക്കെ റെഡിയായി, തീയൽ അടുപ്പിൽ അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് നന്നായിട്ടൊരു മഴ വന്നു, വലിയൊരു മഴ വന്നു കേട്ടോ. ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു കുറേ നേരത്തേക്ക് പിന്നെ മഴയായിരുന്നു. പിന്നെ മക്കളെ ഞാനൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് വിളിച്ചതാണ്, കാരണം ഇത്രയും വലിയ കാറ്റത്തും മഴയത്തും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ ഞാനൊരു ഓട്ടോ അറേഞ്ച് ചെയ്താണ് അവരെ വിളിച്ചുകൊണ്ട് വന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റും അതുപോലെ തന്നെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇവിടെ എല്ലാം അങ്ങ് ഇരുട്ട് കയറിയതുപോലെ. ഇപ്പോഴത്തെ കാലാവസ്ഥ പൊതുവേ അങ്ങനെയാണല്ലോ, കൂടെ മഴയും വെയിലും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അമ്മ പോയി നമ്മുടെ വണ്ടിയുടെ ഇതൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ നമ്മുടെ ഷീറ്റ് കവറൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി അമ്മ നേരിട്ട് അതുപോലെ കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ ടൗണിൽ പോയിട്ട് അച്ഛൻ ആ മഴ സമയത്താണ് വന്നത്. എന്നിട്ട് അച്ഛൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ബാക്കി പരിപാടി നമ്മളിത് പകുതിക്ക് നിർത്തിയിട്ടാണ് മഴ വന്നപ്പോൾ അങ്ങോട്ട് ഓടിയത് കേട്ടോ. കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അമ്മയാണ് ഇപ്പോൾ ഇത് ഇലയൊക്കെ ഇങ്ങനെ മടക്കിയതാണ്ട് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് വട്ടയിലയിൽ ഇങ്ങനെ നമ്മൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ പിന്നെ ഇതങ്ങനെ ചെയ്തു. അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ചു. അപ്പോൾ നമ്മൾ ഓരോ ഇലയുടെയും ഓരോ ലെയർ ഇലയുടെയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സ്പൂൺ വെച്ച് കൊടുക്കണം കേട്ടോ. 1-2 സ്പൂൺ വെച്ച് കൊടുക്കണം, കാരണം അത് എളുപ്പമൊന്ന് വേകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഒരുപോലെ വെന്ത് കിട്ടില്ല കേട്ടോ, പച്ച ഇത് കാണും. അതുകൊണ്ട് നമ്മൾ വേകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓരോ ലെയറിൻ്റെയും ഇടയ്ക്ക് ഓരോ സ്പൂൺ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇലയുടെ എല്ലാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാക്കി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം അന്നത്തേക്ക് പിള്ളേരൊക്കെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.